ഒരു നിമിഷം നിങ്ങൾ കണ്ണുകളടച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. പെട്ടെന്ന് ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം നിലയ്ക്കുന്നു. നെഞ്ചിനുള്ളിലെ ഹൃദയത്തിന്റെ താളം പതുക്കെ കുറഞ്ഞുവരുന്നു. ഒടുവിൽ അവസാനത്തെ ശ്വാസവും പുറത്തേക്ക് പോയി എല്ലാം നിശബ്ദമാകുന്നു. ആ നിമിഷം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതുവരെ ചിരിക്കുകയും കരയുകയും സ്നേഹിക്കുകയും ചെയ്ത ആ വ്യക്തി ലളിതമായി അങ്ങ് ഇല്ലാതാവുകയാണോ? അതോ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത മറ്റൊരു ലോകത്തേക്കുള്ള യാത്ര അവിടെ തുടങ്ങുകയാണോ? മനുഷ്യനുണ്ടായ കാലം മുതൽ അവനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുകയും എന്നാൽ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന ചോദ്യമാണിത്. മരിച്ചവർ ഇപ്പോൾ എവിടെയാണ്? അവർക്ക് നമ്മളെ കാണാൻ കഴിയുമോ? ശാസ്ത്രവും ബൈബിളും ഈ വലിയ രഹസ്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ വീഡിയോയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ആ രഹസ്യത്തിന് പിന്നാലെയാണ്. ഇത് കേവലം ഒരു അറിവിനപ്പുറം ഒരുപക്ഷെ മരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഭയം മാറ്റാൻ പോലും സഹായിക്കുന്ന ഒരു തിരിച്ചറിവായേക്കാം. നമുക്ക് തോമസ് എന്നൊരാളുടെ ജീവിതത്തിലൂടെ ഈ യാത്ര ആരംഭിക്കാം. കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന തോമസ് നമ്മളിൽ പലരെയും പോലെ ലളിതമായ സ്വപ്നങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു. കുട്ടിക്കാലത്ത് പാടവരമ്പത്തുകൂടി ഓടി നടന്നും പുഴയിൽ നീന്തിയും അവൻ വളർന്നു. യൗവനത്തിൽ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അവൻ രാപകലില്ലാതെ അധ്വാനിച്ചു. ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾക്കിടയിലും തോമസ് ദൈവത്തിലുള്ള വിശ്വാസം കൈവിട്ടിരുന്നില്ല. വിവാഹം, മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അങ്ങനെ കാലം അതിവേഗം കടന്നുപോയി. തോമസിന്റെ മുടി നരച്ചു, തൊലിപ്പുറത്ത് ചുളിവുകൾ വീണു. ഒടുവിൽ വാർദ്ധക്യത്തിന്റെ അവശതകൾക്കിടയിൽ ഒരു സായാഹ്നത്തിൽ ആശുപത്രി കിടക്കയിൽ വെച്ച് തോമസ് തന്റെ ഭൗമിക ജീവിതത്തോട് വിട പറഞ്ഞു. പ്രിയപ്പെട്ടവരുടെ കരച്ചിലുകൾക്കിടയിൽ ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. ശരീരം നിശ്ചലമായി. പക്ഷേ തോമസ് എന്ന വ്യക്തിത്വം, അവന്റെ ആത്മാവ് ആ നിമിഷം എങ്ങോട്ടാണ് പോയത്? ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, മരണമെന്നത് ഒരവസാനമല്ല, മറിച്ച് ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ട് ദൈവം നിശ്ചയിച്ച ഇടത്തേക്ക് മാറുന്ന ഒരു നിമിഷം മാത്രമാണെന്ന്. മണ്ണിൽ നിന്നുള്ള ശരീരം മണ്ണിലേക്കും ദൈവം നൽകിയ ആത്മാവ് ദൈവത്തിലേക്കും മടങ്ങുന്നു. തോമസ് മരിച്ച ആ നിമിഷം തന്നെ അവന്റെ ആത്മാവ് ബോധപൂർവമായ ഒരവസ്ഥയിൽ കോൺഷ്യസ് സ്റ്റേറ്റിൽ തുടരുന്നുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ബൈബിളിൽ യേശുക്രിസ്തു തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ധനികന്റെയും ലാസറിന്റെയും കാര്യം പറയുമ്പോൾ മരിച്ച ഉടനെ തന്നെ ലാസർ ദൂതന്മാരാൽ സ്വർഗ്ഗതുല്യമായ ആശ്വാസത്തിലേക്ക്, അതായത് അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോകപ്പെട്ടു എന്ന് കാണാം. എന്നാൽ ദൈവത്തെ ഭയപ്പെടാതെ ജീവിച്ച ധനികനാകട്ടെ മരണശേഷം വേദനയുടെ സ്ഥലത്താണ് കണ്ണു തുറന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: മരിച്ചവർ ഒരിക്കലും അബോധാവസ്ഥയിലല്ല. അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ അറിയാനും സന്തോഷമോ വേദനയോ അനുഭവിക്കാനും കഴിയുന്നുണ്ട്. തോമസിനെപ്പോലെ ക്രിസ്തുവിൽ വിശ്വസിച്ചു മരിച്ചവർ മരിക്കുന്ന ആ നിമിഷം തന്നെ സ്വർഗം എന്ന വലിയ സന്തോഷത്തിലേക്ക്, കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് മാറ്റപ്പെടുന്നു. പൗലോസ് അപ്പോസ്തോലൻ പറയുന്നത്, ശരീരത്തെ വിട്ടുകിരിഞ്ഞ് കർത്താവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. മരണമെന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാതിൽ മാത്രമാണ്. ഈ ഭൂമിയിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് ദൈവത്തിന്റെ സ്നേഹത്തിലേക്കുള്ള ഒരു വാതിൽ. ഇതൊക്കെ വിശ്വാസത്തിന്റെ മാത്രം കാര്യമാണോ എന്ന് സംശയിക്കുന്നവർക്ക് മുന്നിൽ ശാസ്ത്രലോകം തന്നെ ചില അത്ഭുതകരമായ തെളിവുകൾ വച്ചു നീട്ടുന്നുണ്ട്. ഇതിനെയാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അഥവാ മരണാസന്ന അനുഭവങ്ങൾ എന്ന് വിളിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അപകടങ്ങളിലോ അസുഖങ്ങളിലോ പെട്ട് ഹൃദയമിടിപ്പ് നിലച്ച് ക്ലിനിക്കൽ മരണം സംഭവിച്ച ശേഷം തിരികെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇവർ പറയുന്ന അനുഭവങ്ങളിൽ അത്ഭുതകരമായ സാമ്യങ്ങളുണ്ട്. പലരും പറയുന്നത് മരിച്ച ആ നിമിഷം തങ്ങൾ ശരീരത്തിന് പുറത്തേക്ക് വന്നു എന്നാണ്. ഡോക്ടർമാർ തങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും ബന്ധുക്കൾ കരയുന്നതും അവർ മുകളിൽ നിന്ന് കണ്ടു. പിന്നീട് അവരൊരു ഇരുണ്ട ടണലിലൂടെ അതിശയിപ്പിക്കുന്ന ഒരു പ്രകാശത്തിലേക്ക് സഞ്ചരിച്ചു. അവിടെ അവർ അനുഭവിച്ച സമാധാനം വാക്കുകൾക്കതീതമായിരുന്നു എന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. പലരും അവിടെ വെച്ച് നേരത്തെ മരിച്ചുപോയ തങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കണ്ടുമുട്ടി. പ്രശസ്ത ന്യൂറോ സർജനായ ഡോക്ടർ ഈബൻ അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞർ ഇത്തരം അനുഭവങ്ങളെക്കുറിച്ച് പഠിക്കുകയും മസ്തിഷ്കം പ്രവർത്തനരഹിതമാകുമ്പോഴും മനുഷ്യന്റെ ബോധം അഥവാ കോൺഷ്യസ്നെസ് നിലനിൽക്കുന്നു എന്നത് ശാസ്ത്രീയമായി സാധ്യമാണെന്നും അഭിപ്രായപ്പെടുന്നു. ഇത് ബൈബിൾ പറയുന്ന ആത്മാവിന്റെ നിത്യത എന്ന ആശയത്തെ ശരിവയ്ക്കുന്ന ഒന്നാണ്. മരിച്ചവർ ഇപ്പോൾ എവിടെയാണ് എന്ന ചോദ്യത്തിന് ബൈബിൾ നൽകുന്ന ഉത്തരം അവർ വിശ്രമത്തിലാണ് എന്നാണ്. കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളെ വിട്ടൊഴിഞ്ഞ് വിശ്രമിക്കുന്നു. തോമസിനെപ്പോലെ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വലിയ സമാധാനം അനുഭവിക്കുകയാണ്. എന്നാൽ ഇത് അവരുടെ അവസാനത്തെ അവസ്ഥയല്ല. ബൈബിൾ നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ പുനരുത്ഥാനം അഥവാ റിസറക്ഷൻ എന്നതാണ്. അതായത് ലോകാവസാനത്തിൽ ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ മരിച്ചുപോയ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ഇപ്പോൾ മണ്ണിൽ ലയിച്ചു ചേർന്ന അവരുടെ ശരീരത്തിനു പകരം രോഗങ്ങളോ മരണമോ ഇല്ലാത്ത തേജസ്സുള്ള പുതിയൊരു ശരീരം ദൈവം അവർക്ക് നൽകും. വിത്ത് മണ്ണിൽ വീണ് അഴുകിയാൽ മാത്രമേ പുതിയൊരു ചെടി മുളച്ചു വരികയുള്ളൂ എന്ന് ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.
അതുപോലെ നമ്മുടെ ഈ നശ്വരമായ ശരീരം മാറിയാലേ അനശ്വരമായ സ്വർഗീയ ശരീരം ലഭിക്കുകയുള്ളൂ. അന്ന് സ്വർഗ്ഗത്തിൽ വെച്ച് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ വീണ്ടും കാണാനും തിരിച്ചറിയാനും സാധിക്കും. ബൈബിളിൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ സാക്ഷികളുടെ വലിയൊരു സമൂഹം മേഘം പോലെ നമ്മളെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചിലർ വിശ്വസിക്കുന്നത് സ്വർഗ്ഗത്തിലിരിക്കുന്നവർക്ക് ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കാം, എന്നാൽ അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനോ നമ്മോട് സംസാരിക്കാനോ കഴിയില്ല. അവർ ദൈവത്തെ ആരാധിക്കുന്നതിലും സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നതിലും മുഴുകിയിരിക്കുകയാണ്. സ്വർഗമെന്നത് ദൈവമക്കളുടെ സന്തോഷത്തിന്റെ ഭവനമാണ്. അവിടെ കണ്ണുനീരില്ല, വേദനയില്ല, മരണമില്ല. തോമസിന്റെ ഭൂമിക ശരീരം ഈ ഭൂമിയിലെ മണ്ണിൽ വിശ്രമിക്കുമ്പോൾ അവന്റെ ആത്മാവ് പ്രകാശത്തിന്റെ ലോകത്ത് സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് മരണമെന്നത് ഒരവസാനമല്ല, മറിച്ച് അനന്തമായ മറ്റൊരു ജീവിതത്തിലേക്കുള്ള തുടക്കമാണ്. നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മരണശേഷം നാം എവിടെയായിരിക്കുമെന്നത്. തോമസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. പണമോ പ്രശസ്തിയോ അല്ല, മറിച്ച് ദൈവത്തിലുള്ള വിശ്വാസവും മനുഷ്യരോടുള്ള സ്നേഹവുമാണ് മരണത്തിനപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഏക സമ്പാദ്യം. മരിച്ചുപോയവരെക്കുറിച്ച് അമിതമായി ദുഃഖിക്കുന്നതിനു പകരം അവരിപ്പോൾ സുരക്ഷിതമായ കരങ്ങളിലാണെന്നും ഒരുനാൾ നമ്മളും അവിടെ എത്തുമെന്നുമുള്ള പ്രത്യാശയാണ് നമുക്ക് വേണ്ടത്. മരണമെന്ന തിരശീലയ്ക്കപ്പുറം കാത്തിരിക്കുന്നത് ശൂന്യതയല്ല, മറിച്ച് നിത്യജീവന്റെ വലിയൊരു ലോകമാണ്. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഭയം മാറി ജീവിതത്തെക്കുറിച്ചുള്ള പുതിയൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരറിവും ആശ്വാസവും പകർന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത്തരം രഹസ്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി.